ഈ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ വർഷമൊന്നും അല്ലല്ലോ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങളൊക്കെ കൊടുത്തിരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുണ്ട്. പക്ഷേ ഈ വർഷത്തെ പുരസ്കാരത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് പൃഥ്വിരാജിന് കിട്ടിയതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇവിടെ CPO റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് തീരുകയാണ്. അവിടെ ആ കുറേ കുട്ടികൾ അവിടെ കിടന്ന് റീത്ത് വരെ ശയ്യയില്ല, അവരുടെ മരണശയ്യ റീത്ത് വരെ വെച്ച് അവർ പ്രതിഷേധം നടത്തി, നിരാഹാര സമരം നടത്തുന്നു. സെക്രട്ടേറിയറ്റിൽ ആശാസമരം മറ്റൊരു ഭാഗത്ത്, മുൻപങ്കാരുടെ വിഷയം മറ്റൊരു ഭാഗത്ത് എന്ന് വേണ്ട സംസ്ഥാനത്തിൽ മൊത്തം പ്രതിഷേധം. ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയുടെ മകൾ ഇന്നോ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയിലിലോട്ട് പോകാൻ. ഇത്രയൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ മുഖ്യൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു. അത് പോസ്റ്റ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് പൃഥ്വിരാജിന് ഒരു സപ്പോർട്ടായിട്ട് കൂടിയാണ്. നമ്മൾ ഈ കലാപമൊക്കെ നമ്മൾ എരിഞ്ഞടങ്ങുന്ന ഒരു സമയം വരും. അതിനെ വീണ്ടും ഇങ്ങനെ ഊതി 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 കത്തിക്കുന്ന മുഖ്യൻ്റെ ഈ ഒരു പ്രവണത അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ട് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതാണ്. ശരിക്കും പാർട്ടി ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് മൊത്തവും പ്രതിഷേധങ്ങളോട് ഇതിലൊന്നും അദ്ദേഹം പ്രതികരിക്കില്ല. മാധ്യമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കടക്കപ്പുറത്തുനിന്നുള്ളൊരു ഒരു പ്രവണത മാത്രമേ ഉള്ളൂ. എന്നാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇങ്ങനെയാണ്: സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടാൻ ശ്രമിക്കുന്ന സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെ കലാലോകം പ്രതിരോധം ഉയർത്തേണ്ട സന്ദർഭമാണിത്. എന്തൊരു സന്ദർഭം ഇത്? എന്തൊരു പ്രതിരോധം ഇത്? എപ്പോൾ തുടങ്ങണം? അങ്ങനെയൊന്നുമില്ല. കലാകാരന്മാർ ഇന്നും മാത്രം പൊട്ടിപ്പുറപ്പെട്ടൊന്നുമല്ല. ഈ മനുഷ്യനുണ്ടായ സമയത്ത് മുതലേ കലാകാരന്മാരുണ്ട്. അത് മുഖ്യം മറന്നു പോകുന്നതാണ്. അന്ന് മുതലേ കലാകാരന്മാരുണ്ട്. അവരുടേതായ കലാവൈഭവങ്ങൾ പുറത്തു കാണിക്കാറുണ്ട്. അല്ലാതെ ഇപ്പോൾ അതിന് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലമൊന്നുമല്ല കലാകാരന്മാരുടെ. അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ പുറത്ത് കാണിക്കും. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം കേട്ട് വേണം. 3-4 മാസമായിട്ട് ഒരു എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എന്തൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം? ഇപ്പം അദ്ദേഹം പറയുന്ന ഇനി ഇതിൻ്റെ ബാക്കി അങ്ങോട്ട് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കെതിരെ കലാലോകം എന്ത് സ്വേച്ഛാധിപത്യ പ്രതിരോധം ഇതാണ് പ്രവണതയാണുള്ളത്? എമ്പുരാൻ സിനിമയെക്കുറിച്ചാണ് മുഖ്യൻ പറയാതെ പറയുന്നതെന്നുള്ള പച്ച മലയാളം വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എമ്പുരാൻ സിനിമയിൽ ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയും അവിടെ ഉണ്ടായിട്ടില്ല. കാരണം സംഘപരിവാറോ അല്ലെങ്കിൽ BJPയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ടികളോ ഒന്നും ഈ എമ്പുരാനെതിരെ അല്ലെങ്കിൽ കൊടിയും പിടിച്ച് വന്നിട്ടില്ല. ആരും ഈ സിനിമ നിർത്തലാക്കണം അല്ലെങ്കിൽ കാണിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടില്ല. ഇതിൽ വ്രണപ്പെട്ടത് ഹിന്ദു എന്ന സമൂഹത്തിന് മാത്രമാണ്. ഹിന്ദുവിന് നേരെ അല്ലെങ്കിൽ ഹിന്ദുവിനെ വളരെ മോശമായി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രമാണ് ആ മതവിഭാഗക്കാർക്ക് അത് പ്രതിരോധിക്കുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന ഒരു സംഘടനയോ ഒരു സംഘമോ മാത്രം പ്രതിരോധിച്ചതല്ല. അത് മുഖ്യം മറന്നു പോകുന്നത് വീണ്ടും എന്തിനാണ് ഇതെടുത്ത് കൊടി പിടിക്കേണ്ട കാര്യം എന്താണ്? കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു മാത്രമല്ല ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പാഴ്സി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും താമസിക്കുന്ന ഒരു കൂട്ടായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ വന്നു കഴിഞ്ഞാൽ അത് വലിയ കലാപത്തിലോട്ട്, വലിയ വിപത്തിലോട്ടാണ് പോകുന്നത്. ഈ സിനിമയിൽ ചിത്രീകരിച്ചത് എന്താണെന്നുള്ളത് ഒരു പക്ഷേ പിണറായി സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് മനസ്സിലായില്ലെങ്കിലും തനി ഹിന്ദുക്കൾക്ക്, ഹിന്ദു വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് അത് വളരെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ ആ സിനിമയിലെ ആദ്യത്തെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ BJP ആയാലും CPM-നെയും കോൺഗ്രസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നത് അതൊക്കെ നമുക്ക് വിടാവുന്ന കാര്യമേ ഉള്ളൂ. അതൊന്നും വലിയ എടുത്ത് കുടുംബിരി കൊള്ളേണ്ട കാര്യമില്ല. പക്ഷേ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഒരു ഹിന്ദുവിന്, മുസ്ലിം
മുസ്ലിം സഹോദരനോടൊപ്പമോ സഹോദരിയോടൊപ്പമോ ഇരുന്ന് കാണാൻ പറ്റാത്തത്ര മ്ലേച്ഛമായിട്ടുള്ള വൈകാരികമായിട്ട് തളർത്തുന്ന രംഗങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അത് ഏകാധിപത്യപരമായിട്ട് അവിടെ അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യപരമായിട്ട് അവിടെ ചിത്രീകരിച്ചു? ആ സിനിമയിൽ ഈ കലാകാരൻ എന്തുകൊണ്ട് ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സ്വേച്ഛാധിപത്യ രീതിയിൽ ചിത്രീകരിച്ചു? അവിടെയാണ് ചോദ്യം ഉയർന്നത്, അവിടെയാണ് ഹിന്ദുക്കൾ പ്രതിരോധിച്ചത്, അവിടെയാണ് പ്രതിഷേധമുയർന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ കൊടി പിടിച്ചിട്ടില്ല. ഹിന്ദു തന്നെയാണ് അതിന് പ്രതിഷേധിച്ചത്. അത് കൊടി പിടിക്കാനൊന്നും ആ ഒരു ഹിന്ദുക്കളും പോയിട്ടില്ല. അവർ പ്രതിഷേധിച്ചു, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ. അപ്പോൾ അവർ പ്രതിഷേധിച്ചു. ഞാൻ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നു. ഞാൻ തുറന്നു പറയുകയാണ്. കാരണം അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഒരു വൈരാഗ്യവും വിരുദ്ധതയും എതിർക്കുന്നതായിരിക്കും ഒരു സിനിമ. ഒരു സിനിമ എന്ന് പറയുന്നത് നല്ല സന്ദേശം സമൂഹത്തിൽ കൊടുക്കുന്നതായിരിക്കും. എമ്പുരാൻ സിനിമ എന്ത് സന്ദേശമാണ് സമൂഹത്തിൽ കൊടുത്തത്? മുഖ്യൻ ഈ പറയുന്നത് പോലെ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആ സിനിമയിൽ? എന്താണുള്ളത്? ഒന്നുമില്ല. കുറേ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള കുറേ ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന തരത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുക്കളെ വ്രണപ്പെടുത്തുന്ന തരത്തിലും ഇങ്ങനെ തരത്തിലുള്ള കുറേ കാര്യങ്ങളല്ലാതെ, കുറച്ച് പാർട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന തരത്തിലും അല്ലാതെ എന്ത് നന്മയാണ് ഈ എമ്പുരാൻ സിനിമ സമൂഹത്തിന് നൽകിയിരിക്കുന്നത്? എപ്പോഴും ഒരു കലാകാരൻ സമൂഹത്തിന് കൊടുക്കണ്ടേ? അതൊരു നൃത്തമായിക്കോട്ടെ, അതൊരു ഗാനമായിക്കോട്ടെ, അത് ഈ പറഞ്ഞതുപോലെ ഒരു നാടകമായിക്കോട്ടെ, നല്ലൊരു സന്ദേശമായിരിക്കണം, അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മനസ്സിനെ ശാന്തമാക്കുന്നതായിരിക്കണം ഒരു കലാകാരൻ ചെയ്യേണ്ടുന്ന പ്രവൃത്തി, സമൂഹത്തിന് നന്മയിലേക്ക് നയിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇരുന്ന് കാണിക്കാൻ പറ്റുന്ന സിനിമയാണോ? പൃഥ്വിരാജിൻ്റെ സ്വന്തം മകളെ എന്തുകൊണ്ട് ഈ സിനിമ കാണിക്കാൻ തിയേറ്ററിലൊന്നും കൊണ്ടുവന്നില്ല? ഇത്രയും വലിയ അദ്ദേഹം കോടികൾ ചെലവാക്കിയ സിനിമയായിരുന്നല്ലോ. പൃഥ്വിരാജിന് ഇന്ദ്രജിത്തിന്റെ മക്കൾ വരെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ സ്വന്തം മകൾ എന്തുകൊണ്ട് വന്നിരുന്ന് ഈ സിനിമ കണ്ടിട്ടില്ല? എന്തുകൊണ്ട് കാണിച്ചില്ല? എന്താണ്? മറ്റുള്ള കുട്ടികളല്ലേ എങ്ങനെയെങ്കിലും ആവട്ടെ, സ്വന്തം മകള് നല്ല രീതിയിലാവട്ടെ. അപ്പൊ ആൾക്ക് തന്നെ അറിയാം ഇത് എന്താണെന്നുള്ളത്. അത് ഇനി മുഖ്യൻ അതിൽ വെള്ളപൂശി അതിനെ അങ്ങ് പൃഥ്വിരാജിനെ എടുത്ത് അങ്ങ് മുകളിലോട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ആടുജീവിതം എന്നത് നല്ല സിനിമ തന്നെയാണ്. അതിന് ചില അവാർഡുകൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അതിനപ്പുറം ബ്രഹ്മയുഗം നല്ല സിനിമയല്ലേ? മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഈ ഒരു അവാർഡിന് അർഹനായിട്ടില്ല? പൃഥ്വിരാജ് അത്രയ്ക്ക് വലിയ അഭിനയ മുഹൂർത്തമാണ് ആട്. എനിക്കങ്ങനെ തോന്നിയില്ല. അതിനേക്കാളും ആ സഹനടൻ നന്നായിട്ട് അഭിനയിച്ചു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി പോട്ടെ, പൃഥ്വിരാജിന് ആ ഒരു അഭിനയത്തിന് അല്ലെങ്കിൽ നടന് നല്ലൊരു അവാർഡ് നൽകി. ഒരു പക്ഷേ ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ ഉർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയല്ലോ. അതിനെപ്പറ്റി ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു നല്ല വാക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല? അവിടെ ഈ പറഞ്ഞുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന നല്ല സന്ദേശം കൊടുക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വൈകാരിക തലങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന നല്ലൊരു സിനിമയാണ്. അതിനെപ്പറ്റി മുഖ്യൻ ഒരു വാക്ക് ഇതിനകത്തിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ സിനിമകൾ, ഈ എമ്പുരാൻ പോലുള്ള ഈ സിനിമകളെ ഇത്രയധികം ഇതാക്കി അതിൽ നല്ല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലും കൂടെ ഉൾപ്പെടുത്തി തിരികെ കയറ്റി വീണ്ടും ഒരു വിഷത്തിൻ്റെ പുക എന്തുകൊണ്ടാണ് ഈ മുഖ്യൻ ഇങ്ങനെ വിസർജിക്കുന്നത്? അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഒരു സാമാന്യ ബുദ്ധിയോടെ ഒന്ന് ചിന്തിച്ചൂടെ? ഇത്തരത്തിൽ ഉർവശിയോ അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെയോ അല്ലെങ്കിൽ ആടുജീവിത സംവിധായകനോ അല്ലെങ്കിൽ ആടുജീവിതത്തെ പറ്റിയോ അദ്ദേഹം എന്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ല? ഈവൻ അത്രയും കോമൺ സെൻസ് പൃഥ്വിരാജിനുണ്ടായിരുന്നല്ലോ. പൃഥ്വിരാജ് ആ ഒരു വേദിയിൽ ഈ അദ്ദേഹം എടുത്ത ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ അതിൽ ഒരു വാക്കിനെയോ അല്ലെങ്കിൽ ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഒരു വാക്ക് പുള്ളി മിണ്ടിയില്ലല്ലോ. പുള്ളി ആടുജീവിതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു, നേരെ ആളുടെ കാര്യം നോക്കിപ്പോയി. ഏത് തന്നെയല്ല, അതിൻ്റെ ബാക്കി ഇങ്ങനെയാണ്. സിനിമ കേവലം കച്ചവടം മാത്രം. അപ്പം സിനിമ കച്ചവടമാണെന്നുള്ളത് മുഖ്യന് അറിയാം. അപ്പം കച്ചവടമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് പുരസ്കാരം നൽകുന്നത്? അതിൻ്റെ താഴെ ബാക്കിയുണ്ട്. അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആത്മപ്രകാശനവും ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക പ്രതിനിധാനവും രാഷ്ട്രീയ വിമർശനത്തിലുള്ള ഉപാധിയും കൂടിയാണ് സിനിമ. അപ്പം അതായത് സിനിമയിൽ ചെയ്യാം സാംസ്കാരിക പ്രതിനിധാനം. എമ്പുരാൻ സിനിമയിൽ എന്ത് സാംസ്കാരിക പ്രതിനിധാനമാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ആ സത്തെ ഉൾക്കൊണ്ട് ഇനിയും മികച്ച ചലച്ചിത്ര സൃഷ്ടികൾ മലയാള സിനിമയിൽ നിന്നും ഉണ്ടായി വരേണ്ടതാണ്. അതിനുള്ള പ്രചോദനവും ഊർജവും പകരാൻ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങൾക്ക് സാധിക്കട്ടെ. മലയാള സിനിമ കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ. ചലച്ചിത്ര പ്രതിഭകൾക്ക് ആശംസ. അവസാനം ചലച്ചിത്ര പ്രതിഭകൾക്ക് ആശംസ. അല്ലാതെ അതിൽ ഉർവശിയെ പറ്റിയോ അല്ലെങ്കിൽ ഉള്ളൊഴുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ അതിനെ പറ്റിയോ ഒന്നുമില്ല. ഇനി ഈ അവാർഡ് കിട്ടിയ ആടുജീവിതത്തിനെ പറ്റിയോ മുഖ്യമന്ത്രിക്ക് യാതൊന്നും പറയാനില്ല. മുഖ്യമന്ത്രിക്ക് എമ്പുരാനെ പറ്റി മാത്രമേ പറയാവുള്ളൂ. ഇനി എമ്പുരാൻ പോലുള്ള സിനിമകൾക്ക് വേണം അവാർഡ് കൊടുക്കാൻ. എമ്പുരാൻ പോലെ ഈ പറഞ്ഞോളം മതസ്പർദ്ധ വളർത്തുന്നത്, രാഷ്ട്രീയ ഇത്തരത്തിൽ കലാപങ്ങൾ ഉരുത്തിരിയുന്നതുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കലാപം നടത്തുന്ന സിനിമകൾക്ക് വേണം അവാർഡ് കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കെഴുത്താണ്. അതല്ല സിനിമ.
കച്ചവടമാണ് സിനിമ എന്നുള്ളത് മുഖ്യമന്ത്രി പറയാതെ പറയുന്നുണ്ട്. ആ കച്ചവട സിനിമകൾക്കല്ല ഒരു അവാർഡ് കൊടുക്കേണ്ടുന്നത്. മനുഷ്യന്റെ നല്ല ആവിഷ്കാരം, നല്ല രീതിയിൽ സമൂഹത്തിന് കൊടുക്കേണ്ടുന്ന നല്ല സന്ദേശങ്ങൾ, ഇതിനായിരിക്കണം അവാർഡ് കൊടുത്തത്. പണ്ട് കാലം, ഇന്ന് ഈ വർഷം മാത്രമല്ല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകുന്നത്, വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് മാത്രമല്ല കലാകാരന്മാരുണ്ടായി, മനുഷ്യനുണ്ടായ കാലം മുതൽ കലാകാരന്മാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അവാർഡുകൾ നൽകുന്നത് നല്ലൊരു കലാകാരനായിരിക്കണം, നല്ലൊരു സൃഷ്ടിക്കായിരിക്കണം. മുഖ്യമന്ത്രിക്ക് അല്ലാതെ കലാപം ഉരുത്തിരിയുന്ന ഒരു മനുഷ്യനെങ്കിലും വ്രണപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ അത് നല്ലൊരു കലാസൃഷ്ടി അല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു മനുഷ്യനെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണെങ്കിൽ അത് നല്ല കലാസൃഷ്ടിയാവില്ല. ഒരു മനുഷ്യന് നല്ല സന്ദേശം കൊടുക്കുന്നതാണെങ്കിൽ അത് നല്ലൊരു കലാസൃഷ്ടി തന്നെയായിരിക്കും. ഏതായാലും പൃഥ്വിരാജ് കുറേ നാള് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. പലയിടത്തു നിന്നും പല ന്യൂസുകളൊക്കെ കിട്ടി. ഇത്രയും വലിയൊരു പുരസ്കാരം നടന്നിട്ട് ഉർവശിയോ പൃഥ്വിരാജോ ഏതെങ്കിലും ഒരു വാർത്താ മാധ്യമങ്ങൾക്ക് ആ ഒരു സന്തോഷം ജനങ്ങളിലേക്ക് അറിയിച്ചോ? ഇവരൊക്കെ ഇത്രയും പുരസ്കാരങ്ങൾ വാങ്ങിയല്ലോ. ഇവർക്കൊക്കെ ഈ പുരസ്കാരം കിട്ടാനുള്ള കാരണം ആരാണ്? ഈ ജനങ്ങൾ. ഈ പോയിരുന്ന പൈസ ഇല്ലാത്ത പൈസയ്ക്ക് പാവം പിടിച്ച കുറേ യുവതലമുറകൾ പോയിരുന്ന സിനിമാ തിയേറ്ററിൽ കാണുകയും ഇത് കുറേ റിവ്യൂ എടുക്കുകയും കുറേ ഇതിനകത്ത് എടുക്കുകയും ചെയ്ത കുറേ മാധ്യമങ്ങളും ജനങ്ങളും വിഡ്ഢിയായി പോയി പുരസ്കാരം വാങ്ങിച്ചുകൊണ്ട് അവരുടെ പാട്ടിന് വീട്ടിലും പോയി. ഒരു ഇത് നന്ദി ജനങ്ങളിലേക്ക് അറിയിക്കാൻ, ഒരു മാധ്യമത്തിലൂടെ അറിയിക്കാൻ പൃഥ്വിരാജ് തയ്യാറായോ? ഇല്ല. തൻ്റെ എമ്പുരാൻ സിനിമയിൽ ഇത്രയും വലിയ കലാപം, ജനങ്ങളുടെ ഇടയിൽ മതസ്പർദ്ധ, എത്രയോ വിരോധങ്ങൾ, ഒരു പക്ഷേ ഒരു മുസ്ലിം സഹോദരൻ മറ്റൊരു ഹിന്ദു സഹോദരൻ തമ്മിൽ നല്ല കൂട്ടുകെട്ടായിട്ട് ഇരുന്ന് ഇവർ പോയി സിനിമ കണ്ടിരുന്ന അവരുടെ ഉള്ളിൽ ഇതേ വികാരമാണ് ഉണ്ടാവുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഏത് മലയാളിക്ക് പച്ചവെള്ളം കുടിക്കുന്ന ആർക്കും മനസ്സിലായി. ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു ഇല്ല. ഈ പുരസ്കാരം വാങ്ങിച്ചിട്ട് തിരിച്ചു പോയി. പുരസ്കാരം കിട്ടിയില്ല, ഒരു നന്ദിയെങ്കിലും അറിയിച്ച. ഞാൻ അറിഞ്ഞില്ല, ഇനി വേറെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് കൊടുത്തോ എന്നുള്ളത് എനിക്കറിയില്ല. ഉർവശി അവരപ്പം ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമായിരിക്കാം, മാധ്യമങ്ങളെ അടുത്തോട്ട് പോവരുത്, ഇവനെയൊക്കെ അടുപ്പിക്കരുത് എന്നുള്ള ഒരു രീതിയിലുള്ള തീരുമാനം. ഏതായാലും എവിടെ പോയാലും ഇങ്ങനെ താഴെ നിന്നല്ലേ അവാർഡ് വാങ്ങിക്കാൻ വരത്തുള്ളൂ. താഴെ വന്നല്ലോ, ഇനി അടുത്തത് സിനിമകളിലും താഴെ വന്നല്ലേ പറ്റൂ. ഈ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളും ഈ പറഞ്ഞോണം മാധ്യമങ്ങളെയും കാണാതെ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അവരെ അറിയാണ്ട് അല്ലെങ്കിൽ ഈ ജനങ്ങളും അറിയാണ്ട് ഒരു സിനിമയും ഇനി അദ്ദേഹത്തിന് വരത്തില്ല. എന്തായാലും താഴ്ന്നു വരും. എന്തായാലും അടുത്ത സിനിമയായിട്ട് വീണ്ടും പൃഥ്വിരാജ് വരും. അന്ന് ഇതേ മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞേ പറ്റൂ എമ്പുരാനെ പറ്റി. ഇപ്പം എത്ര നാൾ ഓടി രക്ഷപ്പെടാൻ പറ്റും? അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നിലനിൽക്കുകയാണോ അദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അതിനി എത്ര ഒരുമിച്ചുള്ള തീരുമാനങ്ങളാണ് ആണെങ്കിലും. ഇനി ഏതായാലും പിണറായി വിജയൻ വലിയ പൃഥ്വിരാജിനെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് മകളില്ലെങ്കിലും മരുമകന് പ്രശ്നം ഉണ്ടായാലും ഈ സംസ്ഥാനം മുഴുവനും കത്തിക്കരിഞ്ഞാലും ഇനി എത്ര പേര് ആത്മഹത്യ ചെയ്താലും അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ എമ്പുരാന് അദ്ദേഹം മരിക്കും വരെ പ്രമോഷൻ കൊടുത്തിരിക്കും. പൃഥ്വിരാജിനോടൊപ്പം തന്നെ സഖാവ് ഉണ്ടായിരിക്കും.